നീ എന്തിനാ എൻ്റെ മുറി കയറിയത്? അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? നീ എൻ്റെ മോളുടെ അടുത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. അവൾ എൻ്റെ മകളാ, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങളുടെ മകളാണെന്നുള്ള ഈ പറച്ചില്, അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഞാൻ പിഴച്ചവളാണെന്ന് 1000 തവണ ആവർത്തിച്ചാലും ഞാൻ അവളെ പ്രസവിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിങ്ങളുടെ മകളാണെന്ന് എത്ര തവണ ആവർത്തിച്ചാലും അത് സത്യമാവോ? എടീ, ജന്മം കൊണ്ട് മാത്രമല്ല മകളും അച്ഛനും ആവുന്നത്. അത് സാഹിത്യം, ഞാൻ പറയുന്നത് യാഥാർത്ഥ്യം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്ട്രെങ്ത് അറിയാലോ. തോറ്റു പോകും നിങ്ങള്, തോറ്റ് തകർന്നു പോകും. മിസസ് സുജാത, നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങളുടെ മകന്റെ പേരിൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊക്കെ ഉണ്ടായാലും അയാൾ ഡിവോഴ്സ് മനസ്സാലെ തരണമെന്നില്ല. മാത്രമല്ല, ഇതൊരു റിസ്കി ഫാക്റ്റാണ്. തൽക്കാലം ഈ പെൺകുട്ടി അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതാ. അവൻ അവളെ കൊല്ലും സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാളുടെ പേരിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരുമൊക്കെ അയാൾക്കെതിരെ മൊഴി കൊടുക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ തീർച്ചയായും നടപടി ഉണ്ടാവും. അങ്ങനെ ഒരു നടപടി കൊണ്ടൊന്നും കാര്യമില്ല സർ. എനിക്ക് അവനെ നിത്യയുടെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റിയേ പറ്റൂ. നിത്യയ്ക്കൊരു ജീവിതം ഉണ്ടാക്കിയേ പറ്റൂ സർ. നിയമത്തിന്റെ നൂലാമാലകൾ എനിക്ക് ഒരുപാട് അറിഞ്ഞൂടാ. പക്ഷേ ഒരമ്മയുടെ വേദനയാണ് സർ. സാറ് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം. ഡിവോഴ്സ് പേപ്പർ കാണിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടത്താൻ എനിക്ക് പറ്റും. അത് കഴിഞ്ഞ പിന്നെ അവളുടെ ജീവിതം സേഫ് ആണ് സർ. സാർ ഒന്ന് പേപ്പറുകൾ ശരിയാക്കി തന്നാ മതി. അവനെ കൊണ്ട് ഞാൻ ഒപ്പിടുവിപ്പിച്ചോളാം. എങ്ങനെ? അയാൾ അതിന് തയ്യാറാവില്ലല്ലോ. തയ്യാറാവും സർ. നിത്യ അടക്കം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഹരിയുമായുള്ള വിവാഹത്തിന് എന്തും ചെയ്യാമെന്ന് അവൻ പറഞ്ഞതാ. അവന്റെ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും സർ. അത് വെച്ച് ഒപ്പിട്ട് വാങ്ങിക്കാൻ എനിക്ക് സാധിക്കും. ഒരു മ്യൂച്വൽ പെറ്റീഷനിൽ അങ്ങനെ ഒപ്പിടിപ്പിച്ചാൽ പോലും അത് കഴിഞ്ഞു വരുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഫാമിലി കോർട്ടിൽ വിളിപ്പിക്കും. എങ്ങനെയെങ്കിലും ഒത്തുപോവാൻ സാധ്യതയുണ്ടോയെന്ന് അവർ ചെക്ക് ചെയ്യും. ഒരു സമയം നിശ്ചയിച്ച് അതിനുള്ളിൽ അവർക്ക് കൂടിച്ചേരാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. ഈ സമയങ്ങളിൽ ഈ പറഞ്ഞതൊക്കെ ഇല്ലാതാവും. ഒരു ഭ്രാന്തന്റെ കൂടെ ഒരു പെൺകുട്ടി ജീവിച്ചോളണമെന്ന് വിധിയൊന്നും വരില്ലല്ലോ.
ഒരു കൊലപാതകം ചെയ്യാൻ മടിയില്ലാത്തവന്റെ കൂടെ ഒരു പെൺകുട്ടി ആയുസ് ഒടുങ്ങുന്നത് വരെ നിന്നോളണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ സർ. തൽക്കാലം അവനെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കാനുള്ള പേപ്പറുകളൊന്ന് ശരിയാക്കി തരൂ. ബാക്കി ഞാനും എന്റെ ഭർത്താവും കൂടി നോക്കിക്കോളാം. അദ്ദേഹം തിരിച്ചു വന്നിട്ട് സാറിന്റെ അടുത്തേക്ക് ഞാൻ വരാം. ശരി, പേപ്പറുകൾ ഞാൻ ശരിയാക്കി തരാം. ഒപ്പിടിപ്പിക്കേണ്ടതും തുടർന്നുള്ള നടപടികൾ കൈകാര്യം ചെയ്യേണ്ടതും നിങ്ങളുടെ ഭാഗമാണ്. നിയമത്തിന്റെ കാര്യം മാത്രമേ എനിക്ക് കൈകാര്യം ചെയ്യാനാവൂ. മതി സർ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, ഞാൻ പേപ്പർ ശരിയാക്കിയിട്ട് പറയാം. ഈ വീടിനകത്തുള്ളവരൊക്കെ ഒറ്റക്കെട്ട. അമ്മ പറയുന്നത് മാത്രമേ അവരെല്ലാവരും അനുസരിക്കൂ. നിത്യയുടെയും ഹരിയുടെയും വിവാഹം യാഥാർത്ഥ്യമാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി പുതിയ കളികൾ എന്തെങ്കിലും വേണ്ടിവരും. വാ മോളെ, വാ. ഞാൻ മോളെ വിളിക്കാൻ തുടങ്ങായിരുന്നു. പിന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മോള് വാ. മോനെ, അന്ന് പോലീസ് സ്റ്റേഷനിൽ ഹരിക്കും നിത്യയ്ക്കും പോകേണ്ടി വന്നില്ലേ? ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് അന്ന് അവര് വിശ്വസിച്ചില്ലല്ലോ. അതിവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ശ്രമിച്ച സമയത്തൊക്കെ ഓരോ തടസ്സം ഉണ്ടായത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ആ തടസ്സമൊക്കെ അങ്ങ് മാറ്റണ്ടേ? പോലീസ് സ്റ്റേഷനിൽ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണ്ടേ? വേണ്ടേ മോനെ? വേണം. വേണം. രജിസ്റ്റർ ഓഫീസിലെ നിബന്ധനകൾ അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യ വിവാഹത്തിന്റെ ഡിവോഴ്സ് പേപ്പർ വേണം. വേണം. അത് വേണമെങ്കിൽ അതിന് അപ്ലൈ ചെയ്യണ്ടേ? ഞാനൊരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു കാര്യത്തിന് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഹരിയുടെയും നിത്യയുടെയും വിവാഹത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കഷ്ടപ്പെട്ടതും നീയല്ലേ? അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതുമല്ലേ? അപ്പൊ മോനൊരു കാര്യം ചെയ്യേ, ഇതിലൊന്ന് സൈൻ ചെയ്തേ. മോളെ, ഇപ്പൊ ഇത് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എന്താ മോനെ, ഒപ്പിടാൻ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ്, എന്ത് വിഷമം? നടക്കേണ്ട കാര്യമല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാര്യമല്ലേ? എന്നാ പിന്നെ ഒപ്പിടും മോനെ. ഇരിക്കേ.
മോളെ ഒന്നുകൂടെ നിൽക്കും അമ്മയുടെ ഐഡിയ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നിത്യയുടെ മുമ്പിൽ നല്ലവനാവാൻ വേണ്ടിയിട്ടാണല്ലോ നീ വിവാഹത്തിന് മുന്നിൽ നിന്നത്. അക്കാര്യത്തിൽ നീ സത്യസന്ധനായിരുന്നെന്ന് അവൾക്ക് തോന്നിക്കോട്ടെ. ഒപ്പിട് മോനെ. സമാധാനമായി. നന്നായി അമ്മേ, വളരെ നന്നായി. താങ്ക്സ്. ഈ അമ്മ എന്ന് പറയുന്നത് ഒരത്ഭുതമാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ. ഇതിൽ മോള് കൂടി ഒന്ന് ഒപ്പിട്. പറഞ്ഞത് കേട്ടില്ലേ? മോള് കൂടി ഒപ്പിട്ടാലേ നിയമപരമായി വേർപിരിയാൻ പറ്റും. അമ്മ ചെയ്യുന്നത് തെറ്റാ അമ്മ. വിട്ടുകൊടുക്കാനുള്ള മനസ്സൊരാളെ കാണിച്ചാല് എല്ലാം തട്ടിപ്പറിക്കുന്നത് ശരിയാണോ? അമ്മ പറഞ്ഞ വാക്കുകള് അമ്മയുടെ മോൻ അനുസരിച്ചു. അമ്മയ്ക്ക് ചോദിക്കാൻ കണക്കുകൾ ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ടാവും ആ പാവം അങ്ങനെ ചെയ്തേ. പാവോ? എന്റെ മകനെ കുറിച്ച് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്? നോക്കുമോളെ, നിന്നോട് തർക്കിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നും എപ്പോഴും അമ്മ പറയുന്നത് നീ കേൾക്കാറുണ്ടല്ലോ. ഇതുകൂടി ഇല്ലമ്മേ, ഞാൻ ഒപ്പിടില്ല. നിത്യ, എനിക്ക് വേണ്ടാത്ത ഡിവോഴ്സ് അമ്മ പിടിച്ചു വാങ്ങിക്കുന്ന എന്തിനാ? ഞാൻ അമ്മയോട് വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. എന്നെ താലി കെട്ടിയ പുരുഷന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അത് തട്ടിമാറ്റാൻ അമ്മ 1000 കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം എന്റെ മുന്നിൽ കാണിച്ചു തരാൻ അമ്മയ്ക്ക് പറ്റിയോ? മറിച്ച് ജീവൻ മാറിയതിന്റെ 100 തെളിവുകൾ ഞാൻ അമ്മയ്ക്ക് കാണിച്ചാലും അമ്മ വിശ്വസിക്കില്ല. അങ്ങനെയാണ് ഒരു അമ്മ ചെയ്യേണ്ടത്. ഒരുപാട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്നെക്കൊണ്ട് വേറെ ഒരു മാർഗവും ഇല്ല. പക്ഷെ നിന്നെ അവന് കൊല്ലാനായി എറിഞ്ഞു കൊടുക്കില്ല എന്നത് എന്റെ തീരുമാനം. കൊല്ലം അമ്മയോട് ആരെ പറഞ്ഞേ? ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ആ മനുഷ്യ കരഞ്ഞൊരു കരച്ചിലുണ്ട്. അത് ഞാൻ ബോധത്തിലാണെന്ന് കരുതിയിട്ടല്ല. അന്ന് പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ നെഞ്ചിൽ കുത്തി കയറുന്നുണ്ട്. അതൊക്കെ ഞാൻ മറക്കാം അമ്മേ. അമ്മ പറയുന്നത് പോലെ ജീവൻ തെറ്റുകാരനാണെന്ന് അമ്മ എനിക്ക് കാണിച്ചതാ. നിന്നോടതിൽ ഒപ്പിടാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ല,
പിരിയാനുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെടാതെ ഞാൻ ഒപ്പിടില്ല ഒപ്പിടില്ല ഒപ്പിടില്ല. അവസാനം നീ എന്നെ കൊണ്ടിത് ചെയ്യിച്ചല്ലോ മോളെ. നിന്നിൽ നിന്ന് തൊട്ട് നോവിക്കാൻ പോലും ഒരാളെ സമ്മതിക്കാത്തവളാ ഞാൻ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് അമ്മ തല്ലിക്കും. അതല്ലെങ്കിലും ജയിക്കാൻ തീരുമാനിച്ചവരൊക്കെ തല്ലി ഒതുക്കിയല്ലേ ചെയ്യാറ്. അമ്മ കൂടി ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു പ്രതീക്ഷ. അതും പോയല്ലോ. വേണ്ട, നിന്റെ സംസാരം കേട്ട് എനിക്ക് എന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഇതിവിടെ ഇരിക്കും. 2 ദിവസത്തിനുള്ളിൽ നീ കൃത്യമായി ഒരു തീരുമാനം എടുത്തിരിക്കണം. ഇതിൽ ഒപ്പിട്ടിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ഞാൻ പ്ലാൻ ചെയ്തു കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും അമ്മ തകർക്കും. തൽക്കാലം എൻ്റെ മുന്നിൽ അമ്മ ജയിച്ചു. ഈ കൈകൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ എന്നെ ഒപ്പിടിപ്പിച്ചു.
ഉം.